അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ ദിവസവും ഞങ്ങളുടെ ചെറിയ ചെറിയ നിമിഷങ്ങളുമായി നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ മറിയത്തിന് അത്ര നല്ല മൂഡിലായിരുന്നില്ല ഇന്ന്. ഭയങ്കര കരച്ചില. എണിക്കാൻ തന്നെ ഭയങ്കര മടി, കരയാൻ തുടങ്ങി, ബ്രഷ് ചെയ്യിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല, ഒന്നുമില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ മരത്തിന് അത്ര നല്ല മൂടായിരുന്നില്ല. ചില ദിവസങ്ങൾ ഇങ്ങനെയായിരിക്കും. എന്താണ് അവളെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ ദിവസങ്ങളിൽ അവളെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. രാവിലെ ബ്രഷ് ചെയ്യിപ്പിച്ച് ഫ്രഷാക്കി പതിവ് പോലെ ഓരോ കാര്യവും പതുക്കെ ചെയ്തു. ചിലപ്പോൾ വളരെ എളുപ്പമാകും, ചിലപ്പോൾ ഓരോ ചെറിയ കാര്യത്തിനും കുറേ അധികം സമയമെടുക്കേണ്ടി വരും. അതൊക്കെയാണ് ഞങ്ങളുടെ ദിനചര്യ. അതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ അടുക്കളയിലേക്ക് പോയി. ഇന്ന് ഞാൻ വിചാരിച്ചു അവൾക്ക് പാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. അവൾക്ക് പാൻ കേക്ക് ബ്രെഡും ഒക്കെ ഇഷ്ടം, പക്ഷെ മൈദ ആയത് കാരണം അധികം കൊടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഓട്സ് വെച്ചിട്ട് മറിയത്തിന് പാൻ കേക്ക് ഉണ്ടാക്കി. ഇത് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന സമയം അവൾ എനിക്ക് തരുന്നില്ല. അടുത്ത് നിന്നിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പ്ലേറ്റ് വിൽക്കും, അല്ലെങ്കിൽ എൻ്റെ കൈ പിടിച്ച് വിൽക്കും താന്ന് പറഞ്ഞിട്ട്. ക്ഷമ തീരെയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ചുട്ടെടുത്തിട്ട് അവൾക്ക് കൊടുത്ത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ സമയമെടുത്ത്. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കഴിക്കുമ്പോൾ കുറേ സമയം എടുക്കുന്നു, പെട്ടെന്നാന്നില്ല. മെല്ലെ മെല്ലെ അവൾ കഴിക്കും. ഭക്ഷണം കഴിച്ചതിന് ശേഷം അവൾ വീണ്ടും അവളുടെ ഇഷ്ടലോകത്തേക്ക് പോയി. ചിലപ്പോൾ വീട്ടിലെ കസേര മറിച്ചിട്ട് അതുമായി കളിക്കും. ഒരേ രീതിയിൽ വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്യുന്നത് കാണുമ്പോൾ പലർക്കും അത്ഭുതമായി തോന്നും. പക്ഷേ അതാണ് അവൾക്ക് സന്തോഷം കണ്ടെത്തുന്നത്, ഒരു ചെറിയ ലോകം. അവൾ ആസ്വദിക്കുന്ന രീതിയിൽ കുറച്ച് സമയം കളിക്കാൻ ഞാൻ അവളെ അനുവദിക്കും. ഞാൻ കിച്ചണിൽ പോയി. ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ പിന്നെ ഇങ്ങനെ അവൾ എന്ത് കളിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ കിച്ചണിൽ പോയാൽ ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കും ഈ അവൾ കളിക്കുന്ന കളീൻ്റെ ഇടയിൽ. ഞാൻ നേരെ പോയി ഡ്രോയറിൽ നിന്ന് മിക്സീൻ്റെ ജാർ എടുക്കുമ്പോൾ തന്നെ പിന്നെ ആൾ ഭയങ്കര സന്തോഷമായി. ഇരുന്നിടത്തുനിന്ന് എണിച്ച് അവിടുന്ന് എണിച്ചിട്ട് നേരെ കിച്ചൻ്റെ അവിടെ വന്നിട്ട് മിക്സി ഓണാക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഈ കാണുന്നില്ല, തുള്ളി കളിക്കാനും എൻ്റെ അടുത്ത് വരുന്ന, മിക്സി നോക്കുന്ന, ദൂരെ പോകുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യും. കുറേ സമയം അങ്ങനെ ഇതാക്കി. എൻ്റെ മിക്സീൻ്റെ പണി കഴിഞ്ഞിട്ട് അരക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ ജാറൊക്കെ എടുത്തിട്ടാകുമ്പോൾ അതിൻ്റെ മിഷനൊക്കെ എടുത്തിട്ട് വെച്ചിട്ടാകുമ്പോൾ പിന്നെ ആൾ മെല്ലെ അങ്ങോട്ടേക്ക് പോയി. വീണ്ടും അവൾ അവിടെ കസേര പകുതിയിൽ ഇട്ടിട്ടില്ലേ, അതിൻ്റെ അടുത്തേക്ക് പോയി. ഉച്ചഭക്ഷണം തയ്യാറാക്കി. ഇന്ന് ഫിഷ് കറി ഉണ്ടായിരുന്നു. മറിയത്തിന് ഭയങ്കര ഇഷ്ടമാണ് മീൻ. ഫിഷ് കറിയും മീൻ പൊരിച്ചതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. പിന്നെ മീൻ കണ്ടതും അവൾ വേഗം ഓടി വന്ന് സന്തോഷത്തോടെ ഭക്ഷണം ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവൾക്ക് ഞാൻ ഭക്ഷണം കൊടുത്ത്. ഉച്ചഭക്ഷണം കഴിഞ്ഞ ശേഷം ഞാൻ അവളെ കുറച്ച് സമയം വെറുതെ വിട്ടു. എല്ലാ സമയത്തും ആക്ടിവിറ്റി ചെയ്യിക്കണമെന്നില്ലല്ലേ. ചിലപ്പോൾ ഒന്നും ചെയ്യാതെ അവരുടെ ഇഷ്ടം പോലെ ഇരിക്കാനും അവർക്കൊരു സമയം വേണ്ടേ. വൈകുന്നേരമായപ്പോൾ ഒരു ആക്ടിവിറ്റി ചെയ്യിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇന്ന് അവൾക്ക് അതിനൊരു മൂഡും ഉണ്ടായിരുന്നില്ല. നല്ല ദേഷ്യമായിരുന്നു, ഒന്നും ചെയ്യാൻ തയ്യാറായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിൽ തുടങ്ങിയ ആൾ. ആ സമയത്ത് ഞാൻ നിർബന്ധിച്ചില്ല, കാരണം ചിലപ്പോൾ അവർക്ക് പറയാൻ കഴിയാത്ത വികാരങ്ങളാണ് ദേഷ്യമായും കരച്ചിലായും പുറത്തു വരുന്നത്. അത്തരം സമയങ്ങളിൽ ഞാൻ ആദ്യം അവളെ ശാന്തമാക്കാൻ ശ്രമിക്കും. അതിന് ശേഷം കുറച്ച് പുറത്തേക്ക് നടക്കാൻ കൊണ്ടുപോയി. പുറത്തുള്ള കാറ്റും ചുറ്റുപാടും കാണുന്നത് അവൾക്ക് ഇഷ്ടമാണ്. അധിക ദൂരമൊന്നും പോയില്ല, കുറച്ച് നടന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. വീട്ടിലെത്തിയ ശേഷം വീണ്ടും ഒരു ചെറിയ ആക്ടിവിറ്റി ചെയ്യാൻ ശ്രമിച്ചു. ഇത്തവണ കുറച്ച് സമയം അവൾ സഹകരിച്ചു. ഓരോ ചെറിയ മുന്നേറ്റവും എനിക്ക് വലിയ സന്തോഷമാണ്. വലിയ വിജയങ്ങൾ മാത്രമല്ല, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. അതിനുശേഷം ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് പോയി രാത്രി ഭക്ഷണം തയ്യാറാക്കി തുടങ്ങി.
പതിവ് പോലെ മറിയം എൻ്റെ പിന്നാലെ അടുക്കളയിലേക്ക് വന്നു. ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കി അടുത്ത് നിൽക്കും. ചിലപ്പോൾ ഒന്നും പറയാതെ എൻ്റെ കൂടെ നിൽക്കുന്നത് തന്നെ എനിക്ക് വലിയ ഒരു സന്തോഷമാണ്. എന്തില്ലെങ്കിൽ അത് നോക്കിയിട്ടങ്ങ് നിൽക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഭക്ഷണം ചോദിക്കാൻ തുടങ്ങി. ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുത്ത് സന്തോഷത്തോടെ കഴിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ എല്ലാ ക്ഷീണവും മറന്നുപോയി. ഓരോ ദിവസവും ഞങ്ങൾക്ക് പുതിയ അനുഭവങ്ങളാണ്. ചില ദിവസങ്ങൾ വളരെ എളുപ്പമായിരിക്കും, ചില ദിവസങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഓരോ ദിവസവും മറിയം എന്നെ ക്ഷമയും സ്നേഹവും പുതിയ രീതിയിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങളുടെ ഈ ചെറിയ യാത്രയിൽ കൂടെ ഇരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും, ഓരോ കമൻസും, ഓരോ പ്രാർത്ഥനയും ഞങ്ങൾക്ക് വലിയ കരുതലാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.